ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാന ക്ലിഫ് എന്ന് പറയുന്ന ഒരു ന്യൂസിലാൻഡിലെ ഒരു സ്ഥലത്തോട്ട് ഞങ്ങൾ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. നമ്മളെ വർക്കല ക്ലിഫൊക്കെ പോലെയൊക്കെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് ബാക്കി വീഡിയോസ് കാണാം. കണ്ണന്തേന ടീ എസ്റ്റേറ്റ് പോലെ പരന്ന് കിടക്കും. ഞങ്ങൾ ഒമാനയിൽ പോയി ചായ കുടിക്കാൻ പോവാണ്. ഒമാനയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് കറങ്ങിയിട്ടൊക്കെ വരും. കുറച്ചല്ല, കുറച്ചധികം കറങ്ങിയിട്ട് വരും. നടക്കാം. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. പാർക്കൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും വാഷ്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ വെച്ച് ഇവിടെ തന്നെ ആക്കാം പരിപാടി. പക്ഷെ ഇവിടെ നമുക്ക് കാറ് പാർക്കുള്ള സ്ഥലം വേണ്ടേ? നോക്കാം. കാറ് വർക്ക് ചെയ്ത് ചെറിയ സ്പോട്ട് ഉണ്ട്. അതെ താട്ടെ ഇവിടെ ഉണ്ട്. ഇവിടെ ആക്കുന്ന ഇവിടെ ആക്കാം. പക്ഷെ ഇത് അങ്ങനത്തെ പാർക്കിംഗ് അല്ല. ഇങ്ങനത്തെ പാർക്കിംഗ് ആണോ? അങ്ങനെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ബീച്ചുമായിട്ട് വ്യൂ ചെയ്യുന്ന ഇവിടുത്തെ സാധാ പണക്കാരുടെ വീട്. ഇതൊക്കെ എത്ര രസമായിരിക്കല്ലേ ഇവിടെയൊക്കെ. പിന്നെ പ്രശ്നമുണ്ടാ, നമുക്കൊരു നെഗറ്റീവ് പറയണം. സുനാമി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കേറി എല്ലാം നശിക്കും. ഇവിടെ വീടുകൾ മലയാളിയായി പോയില്ലേ നെഗറ്റീവ് പറയണ്ടേ? വീടൊക്കെ വൃക്ഷമല്ല കേട്ടോ. എന്ത് ഭംഗിയാണ്. നല്ല പൈസ ആയിരിക്കല്ലേ ഈ വീടിനൊക്കെ എല്ലാത്തിനും. എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല. അവിടെ വന്നപ്പോ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. നല്ല ആ വീട് കണ്ടല്ലേ, ഇങ്ങനെ സ്റ്റെപ്പ് ആക്കിയിട്ട് ഏത് റൂമിൽ ഇരുന്നാലും അവർക്ക് കാണാം. ഓ, ഇതൊക്കെ എന്ത് രസമായിരിക്കല്ലേ ഇവിടെ കാണുന്നത്. ഇവിടെ താഴെ നോക്കിയ മല, മലയാണ് കടല് മല പാറക്കൂട്ടം എല്ലാം. നമ്മള് മലയിലാണ്. ഇവിടെ ഈ രാത്രി സമയങ്ങളില് അല്ലെങ്കിൽ ചില സമയങ്ങളിലൊക്കെ ഡോൾഫിൻ ഇങ്ങനെ കുത്തി മറിയണ കാണാൻ പറ്റും അല്ലേ? ഒരു സുഖ ഡോൾഫിൻ. അത് മാത്രമല്ല, ഇതിന്റെ മുമ്പ് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് തിമിങ്ങലൊക്കെ വരാറുണ്ടെന്ന്. ബ്ലൂ വെയിലാണ് വരല് ഇവിടെ. നല്ല താഴ്ച ഉണ്ടല്ലോ. എന്താ പറയുക, കടലെടുക്ക അതിന്റെ അവിടെയൊക്കെ നല്ല താഴ്ചകളുണ്ട്. ഇതൊക്കെ വരും. ഈ ബ്രീഡിംഗ് സീസൺ ഒക്കെ ആകുമ്പം ഈ ഭാഗത്തോട്ടൊക്കെയാണ് വരുന്നതെന്നാണ് കേൾക്കുന്നത്. നോക്കുമ്പോ ഏകദേശം ആ സ്പോട്ടിലാണ് ഒരു നീലത്തിമംഗലത്തിന്റെ വാല് കണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചില സമയങ്ങളില് നീലത്തിമിങ്ങലൊക്കെ കാണാൻ പറ്റും കേട്ടോ. നീലത്തിമിങ്ങലോ അതോ സാധാ തിമിങ്ങലാണോ, എന്തായാലും വലിയ തിമിങ്ങലത്തിന്റെ ഒക്കെ കാണാൻ പറ്റുന്നതാണ്. കാരണം എന്റെ കൂട്ടുകാരനായ മുനീർ ഇവിടെ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അവൻ ഇങ്ങനെ കണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡോൾഫിൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരനുണ്ട്, ആൽബർട്ട് എന്ന് പറയും. ആൽബർട്ടിന്റെ വീട് ഇവിടെ എവിടെയാണ്. പക്ഷെ ആള് അഡ്രസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ആള് പറയാറുണ്ട് ഒമാന ക്ലിഫിന്റെ അവിടെ നിന്നൊക്കെ ഡോൾഫിനൊക്കെ വരാറുണ്ട്, കാണാറുണ്ട്. കൂട്ടത്തോടെ ഇങ്ങനെ പോകുന്ന കാണാറ് അല്ലേ? ഗ്രൗണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോണെന്നുണ്ട്. പാർക്കിന് സ്പെല്ലിംഗ് തെറ്റാട്ടോ. ടേൺ ഓൺ ഗ്രാസ്. ഗ്രാസിലോട്ടാക്കാൻ. പക്ഷെ നല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അന്ന് വന്ന സ്പോട്ട് ഇപ്പൊ അത് എവിടെയാണ്? അത് കുറച്ച് അപ്പുറമാണ്. പക്ഷെ അവിടുന്ന് വണ്ടി പിന്നെ പോവില്ല, വണ്ടിക്ക് ബുക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് പോയിട്ട് വണ്ടിട്ട് നടക്കാം. മഴയൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു ഇവിടെ ആളില്ലാത്തത്. നോക്കി വെച്ചാ ഇവിടെ എവിടെയോ ആണ് വാഷ്റൂം വരുന്നത് കേട്ടോ. അവിടുന്ന് അതൊരു കട്ടിങ് അവിടെയാണ് വാഷ്റൂം വരുന്നത്. ഇത് കൂടെ. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ആവുക നല്ലത്. ഇവിടെ പാർക്ക് ചെയ്യാം. അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ നോക്കി മറ്റേ സ്കൈ ടവർ ആണ് കേട്ടോ.
റെയിൻബോ റെയിൻബോ ഗായ്സ്, റെയിൻബോ കണ്ടോ? റെയിൻബോ കണ്ട കണ്ട റെയിൻബോ ഒക്കെ കണ്ടു. നമ്മളിവിടെ വന്നപ്പോ റെയിൻബോ ഒക്കെ കണ്ടിട്ടുണ്ട്. കടലിൽ നിന്നും സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങൾ അടിച്ചിട്ട് റെയിൻബോ ആകാശം നമ്മൾ കണ്ടിരിക്കുന്നു. നിങ്ങളും കണ്ടിട്ടുണ്ട്. നമ്മളന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കി വീഡിയോ. ഇവിടെ ഒന്നുമില്ല കുട്ടികളെ, കഴിക്കാനൊന്നുമില്ല. എവിടെ കൈ കുത്തുവോ? പാവല്ലേ, ഇത് പറക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? റെയിൻബോ ഉണ്ടോ? റെയിൻബോ കത്തികളുണ്ട്. ഇതിന്റെ അടയാത്ത സാധനം ഇല്ലേ ഹാൻഡ് ബ്രേക്കിന്റെ അടിയിൽ, അതൊന്നും എടുക്കോ? ഞാൻ സെറ്റാക്കാം. അങ്ങനെ നമ്മള് കാപ്പി ഇടാൻ പോവുകയാണ്. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ബാക്കി പരിപാടിയിലേക്കോട്ട് പോവുകയാണ്. അപ്പം ബാക്കി ഇവിടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇവര് നമ്മളെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയോടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒന്നും നമ്മളെ കയ്യിലില്ല ഇവർക്ക് കൊടുക്കാൻ. പതുക്കെ അങ്ങ് നടക്കാം. ഇവിടെ അണഞ്ഞാടാ? ഇല്ലല്ല. നമ്മളങ്ങനെ ചായ ഇടാൻ പോവുകയാണ്. ചായ ഇട്ടൊന്ന് കുടിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ ഗ്രീൻ ടീ വിത്ത് ലെമൺ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ നടക്കാനിറങ്ങും. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ നടക്കാൻ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കുറേ നടക്കമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാം. വീഡിയോക്ക് നല്ല ലെന്ത് ഉണ്ടാവും. ദയവ് ചെയ്ത് ക്ഷമയോടെ ഇരുന്ന് കണ്ടോണം കേട്ടോ. ക്ലിപ്പ് എഡ്ജ് എന്താ നീ എന്നെ ഈ സാധനം മൊത്തം കവർ ചെയ്തിട്ടൊന്നും കാണാൻ ഈ കാണാനില്ല. അതാ ഞാൻ മാറ്റിയത്. ഇതാട്ടോ ഇതാണ് ഒമാന ക്ലിഫ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. തീർന്നിട്ടില്ല, ഇനിയും കുറെ ഉണ്ട്. അങ്ങോട്ടൊക്കെ കുറെ പോവുണ്ട്. ഈ ഭാഗത്തോട്ടൊക്കെ കുറെ പോവുണ്ട്. അങ്ങോട്ടൊക്കെ പോയിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല മഴയുണ്ടോ കേട്ടോ. നമ്മൾ ഈ റെയിൻകോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത്. മഴ വരും വെയിൽ വരും, മഴ വരും വെയിൽ വരും, അങ്ങനെ ചെറിയൊരു മഴ പെട്ടെന്നൊരു വെയിൽ, ചെറിയൊരു മഴ പെട്ടെന്നൊരു വെയിൽ. ഇതൊക്കെ ആണല്ലോ ഇവിടുത്തെ ഗവൺമെന്റ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും കാണിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താണ്, നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് അങ്ങനെ ചെയ്തുകൂടാ ഇങ്ങനെ ചെയ്തുകൂടാ. അവിടെ കുറെ ആൾക്കാർ വരും. ഇവിടെ ഇതൊന്നും ആരും ചോദിക്കാനില്ല, ഒരു മനുഷ്യരില്ല. എന്താ ആകെ 2-3 കാറുകളുണ്ട്. അവരൊക്കെ വേറെ ഏതോ റൂട്ട് വഴിയൊക്കെ പോയിക്ക. നല്ല തെളിഞ്ഞ വെള്ളം.
കാറിൻ്റെ അകത്ത് നിന്ന് വീണ്ടും ഒരു കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് വീണ്ടും സ്റ്റൗ ഓണാക്കി ഇതാണ്ട് വെള്ളം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. തിളച്ചില്ല, വെള്ളം തിളച്ചില്ല. പക്ഷെ അത് തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ തിളക്കാത്തത് തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഓഫ് ചെയ്തിട്ട് ചായ കുടിച്ചിട്ട് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഹായ്സ്, നോക്കിയേ എന്ത് മനോഹരല്ലേ കാണാൻ, എന്ത് രസാ. നമ്മള് ജസ്റ്റ് ഒരു മരത്തിന്റെ മണ്ടയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കയറിയ എന്ത് രസാ കാണാൻ. അങ്ങനെ രാത്രിത്തെ ഭക്ഷണത്തിന് നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഇനി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ.